പൊതുമേഖലാ ബാങ്കുകളിലെ പ്രൊബേഷണറി ഓഫീസർ, മാനേജ്മെന്റ് ട്രെയിനി എന്നീ നിയമനങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു തുടങ്ങി. 11 ബാങ്കുകളിലായി മൊത്തം 5208 ഒഴിവുകളുണ്ട്. പ്രായം 20-നും 30-നും ഇടയ്ക്കായിരിക്കണം. ബിരുദമാണ് യോഗ്യത. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് www.ibps.in എന്നാണ്. അപേക്ഷ ഓൺലൈൻ സമർപ്പിക്കേണ്ട രീതി നമുക്കൊന്ന് നോക്കാം. ഇനി അഥവാ മേൽപ്പറഞ്ഞ ലിങ്കിൽ കയറി അപേക്ഷ സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എളുപ്പമുള്ള ഒരു ലിങ്ക് കൂടി പറഞ്ഞു തരാം. ആദ്യം അപേക്ഷ സമർപ്പിക്കുന്ന രീതി. വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലൊരു വിൻഡോയാണ് വരുന്നത്. താഴെ ക്ലിക്ക് ഹിയർ ഫോർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ്, അത് നമുക്ക് ഓപ്പൺ ചെയ്താൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള കുറേ മുൻകരുതലുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്കത് കൃത്യമായി വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. വായിച്ച് നോക്കിയ ശേഷം തിരിച്ച് ഇവിടെ എത്തുക. ബേസിക് ഇൻഫർമേഷൻ, ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ, അപ്ലോഡ്സ്, പേയ്മെൻറ്റ്, ഇത്രയും 2, 4, 6 സ്റ്റെപ്പുകൾ കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. ആദ്യം ബേസിക് ഇൻഫർമേഷനിലേക്ക് നമ്മൾ പോകാം. ഇവിടെ ഫസ്റ്റ് നെയിം ആദ്യം ടൈപ്പ് ചെയ്യുക. അത് കൺഫേം ചെയ്യാനായി വീണ്ടും ഒരിക്കൽ കൂടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക. മിഡിൽ നെയിം ഇവിടെയുണ്ട്, അത് ഫില്ല് ചെയ്യുക. അത് മിഡിൽ നെയിം ഇവിടെ കൺഫേം ചെയ്യുക. വീണ്ടും ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യുക. അത് വീണ്ടും ഇവിടെ കൺഫേം ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാഗത്ത് നമ്മളുടെ ഫുൾ നെയിം അഥവാ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ചേർന്ന് വരുന്ന ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ആ മൊബൈൽ നമ്പർ ഇവിടെ കൺഫേം ചെയ്യണം. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ കൂടാതെ തന്നെ മറ്റൊരു ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇമെയിൽ ID കൊടുക്കുക. അത് ഡൊമൈൻ ചേർത്ത്, ഡൊമൈൻ മീൻസ് അത് Gmail ആണോ yahoo.com ആണോ എന്നുള്ള മറ്റ് ഹോട്ട്മെയിൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. ആ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID ഇവിടെ കൺഫേം ചെയ്യണം. ഒരിക്കൽ കൂടെ കൺഫേം ചെയ്യണം. ഈ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. അഥവാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കും. അത് കഴിയുമ്പോൾ നമ്മളിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ബേസിക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട വിൻഡോയാണ് വരുന്നത്. അതിനകത്ത് ഇവിടെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെ ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, അത് 4.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 3.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇവിടെ പിക്സൽ 200 ഇൻറ്റു 230 പിക്സൽ ആയിരിക്കണം. സൈസ് 20 KB ടു 50 KB ആയിരിക്കണം. ഫോട്ടോഗ്രാഫിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്നേച്ചറിൻ്റെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വായിച്ച് നോക്കി അനുയോജ്യമായ രീതിയിൽ നിങ്ങളത് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിനിടയ്ക്ക് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ ചെയ്യുക. അവിടെ ബ്രൗസ് ചെയ്തിട്ട് നമ്മളത് ഇവിടെ സ്കാൻ കോപ്പി അപ്ലോഡ് ചെയ്യുക. വീണ്ടും ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, നമ്മളുടെ ഫോട്ടോ ക്യാപ്ചർ കൂടി ചെയ്യണം. വെബ് ക്യാമറ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്കിവിടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് കഴിയണം. അത് കഴിഞ്ഞ ശേഷം കൺഫർമേഷൻ കൊടുക്കണം. രണ്ടാമത് സിഗ്നേച്ചർ ഇവിടെ ബ്രൗസ് ചെയ്തുകൊണ്ട് സിഗ്നേച്ചർ ഇവിടെ കൊണ്ടുവരണം. അതും കറക്റ്റായിട്ട് ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ഇവിടെ ഐ കൺഫേം ടിക്ക് മാർക്ക് കൂട്ടത്ത് കൊണ്ടത് നെക്സ്റ്റിലേക്ക് പോകുക. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡീറ്റെയിൽസ്. ഇപ്പം നമ്മൾ ബേസിക് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം വരുന്ന മൂന്നാമത്തെ ഡീറ്റെയിൽസ്. ഇവിടെ കാറ്റഗറി ഉണ്ട്. താഴേക്ക് നോക്കും നിങ്ങൾ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ, സബ്ടൈറ്റ് ഡിസബിലിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം ഫില്ല് ചെയ്ത് എക്സ് സർവീസ്മാൻ ആണോ, ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസായി കിടക്കുന്നതല്ല.
അതെല്ലാം നിങ്ങൾ കൊടുത്ത് സെൻറ്റർ ഓഫ് മെയിൻ എക്സാമിനേഷൻ കിടപ്പുണ്ട്. എല്ലാ ഓപ്ഷൻ ആരോഗ്യത്തിന് ഓപ്ഷൻ വരുന്നുണ്ട്. സാറിന് ഇതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്ത് താഴേക്ക് വന്ന് അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എന്ന് എല്ലാ ഡീറ്റെയിൽസും വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് എല്ലാം ശരിയാണെന്ന് കറക്റ്റായിട്ട് നോക്കിയിരുന്ന ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അവിടെ സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ പേജിലാണ്. ഇവിടെ നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇവിടെ SSLCയുടെ, പിന്നെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം കൊടുക്കണം. ഏത് ബോർഡാണെന്നുള്ള കാര്യം ചോദിക്കണം. ഡിഗ്രി ഏതാണെന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യണം. സബ്ജക്റ്റ് അതിൻ്റെ ഇവിടെ സബ്ജക്റ്റ് കിടപ്പുണ്ട്, അത് സ്പെസിഫൈ ചെയ്യണം. എന്തെങ്കിലും സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം. ഡേറ്റ് ഓഫ് പാസിങ്, ഏത് വർഷമാണ് പാസ്സായത്, ഡേറ്റ് വിത്ത് ഡേറ്റ് മന്ത് ഇയർ ഇതെല്ലാം കൊടുക്കണം. പെർസെൻറ്റ് ഓഫ് മാർക്സ് കൊടുക്കുക. അതല്ല ഗ്രേഡ് ആണെങ്കിൽ ഇവിടെ ഗ്രേഡ് കൊടുത്തു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, അങ്ങനെയുള്ള ഗ്രേഡുകളും ഇവിടെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് താഴേക്കുള്ള ഓപ്പറേറ്റിംഗ് വർക്കിംഗ് നോളജും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് നോളജും അങ്ങനെയൊക്കെ താഴെ കൊടുക്കുക. എല്ലാം കൊടുത്ത് വന്ന് ഏറ്റവും അവസാനം പിന്നെ ലാംഗ്വേജ് നോൺ, ഏതൊക്കെ ലാംഗ്വേജുകൾ അറിയാം അത് വായിക്കാനും എഴുതാനും സംസാരിക്കാനും അറിയുന്നത് ഇങ്ങനെ കൂടെ നോട്ട് ചെയ്യും. ഇങ്ങനെ ഓരോന്നും നോട്ട് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനം നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത വിൻഡോ പ്രിഫറൻസ് വിൻഡോയാണ്. നിങ്ങൾ പ്രിഫർ ചെയ്യപ്പെടുന്ന ബാങ്കുകൾ, ഇവിടെ കൊടുത്തിരിക്കുന്ന ബാങ്കുകളുടെ പേര് കണ്ടല്ലോ. ദ പ്രിഫറൻസ് ബാങ്ക്സ് ഇൻ ഓർഡർ ഓഫ് പ്രിഫറൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്ക് ഏതാണ് പ്രിഫർ ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ ഒന്നാമത് കൊടുക്കുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തത് കാനറ ബാങ്ക് കൊടുത്തു. എക്സാമ്പിൾ മാത്രം മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇന്ത്യൻ ബാങ്ക്, ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ബാങ്കുകളുടെ പ്രിഫറൻസ് നിങ്ങൾ കൊടുത്ത ശേഷം എല്ലാം കൊടുക്കണം. ഈ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇത്തരത്തിൽ പ്രിഫറൻസ് കൊടുത്ത ശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ എന്താണ്ടോ വൺ ഓർ മോർ എറേഴ്സ് ഫൗണ്ട് ഇൻ പേജ് കിടക്കുന്നുണ്ടോ? എന്താണത്? കൺഫ്യൂസ്ഡ് ആയി അല്ലേ? പേടിക്കേണ്ട കാര്യമില്ല. ദാണ്ട് താഴേക്ക് ഇനിയും ബാങ്കുകളുടെ പേര് കിടപ്പുണ്ട്. നമ്മളത് ചൂസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എറർ കാണിച്ചത്. അപ്പോൾ അതെല്ലാം ചൂസ് ചെയ്തിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. പിന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ശരിയായിക്കോളൂ. വെറുതെ ക്ലിക്ക് ചെയ്യുകയല്ല, പ്രിഫറൻസ് നോക്കിയിട്ട് വേണം ക്ലിക്ക് ചെയ്യുക. എല്ലാവരും അത് പ്രിഫറൻസ് നോക്കിയ എല്ലാ ബാങ്കുകളും ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഈ സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് വന്ന് കഴിയുമ്പോൾ അടുത്ത പേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം ഡിക്ലറേഷൻ ഉണ്ട്. അതിനകത്ത് ഐ എഗ്രി ഇങ്ങനെയുള്ള കോളങ്ങളെല്ലാം ടിക്ക് ചെയ്ത ശേഷം നമ്മളത് കംപ്ലീറ്റ് രജിസ്ട്രേഷനായിട്ട് കൊടുക്കുക. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിയും. അപ്പോഴാണ് നമ്മളുടെ നെക്സ്റ്റ് പേജിലേക്ക്, ഇപ്പം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തിയാണ്. ഇനി നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിങ് ആണ്. തമ്പ് ഇംപ്രഷൻ ഉണ്ട്, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്, ഇനി ഓരോ സർട്ടിഫിക്കറ്റുകളുമുണ്ട്. അതിൻ്റെ SSLC സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോറി, അത് മാത്രമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സെക്യൂരിറ്റി കോഡും കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോകുക. അപ്ലോഡിങ് കഴിയുമ്പോൾ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് പേയ്മെൻ്റ് ആണ്. ആൾറെഡി ഇവിടെ വന്ന് കിടക്കുന്ന പേയ്മെൻറ്റ് എമൗണ്ട് നമ്മൾ പേ വയ കൊടുത്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ബിൽ ഡെസ്കിലോ അവനിയിലോ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സെക്യൂരിറ്റി കോഡും കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ വന്നു, പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നു. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാർഡ് നമ്പറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ്, ഏത് വേണമെങ്കിലും UPI കോഡ് ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ക്യാഷ് അടയ്ക്കുമ്പോൾ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നു. ഓക്കെ, മുൻപ് പറഞ്ഞ ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എളുപ്പ ലിങ്ക് ഇവിടെ നിർദ്ദേശിക്കപ്പെടാം. ഈ ലിങ്കിൽ പ്രവേശിച്ചാൽ ഡയറക്റ്റായി ഓൺലൈൻ അപേക്ഷ പേജിൽ എത്തും.